ഇപ്പൊ നല്ല ചൂടാ. അപ്പൊ ഈ പള്ളിന്റെ ചേറ്റടിമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഓരോരുത്തർ എന്താ പറയണ അറിയോ? പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്. ഈ ആദ്യ ചൂടും കൊല്ലത്തെ നോമ്പിന്റെ കാര്യമൊക്കെ കട്ടപ്പുകയാണെന്ന് ഇങ്ങനെ ചില ആൾക്കാർ പറയുന്നു. ഒരിക്കലും നെഗറ്റീവ് പറയരുത് കേട്ടോ. അതൊന്നും നടക്കൂലെന്ന്. അത് 4 എട്ടാട് പറഞ്ഞാൽ അത് കൽബിലാട്ട് ഉറക്കും. മനസ്സിന്റെ ഊർജാട് ചോർന്നു പോയാല് നമ്മത് പൂർത്തിയാക്കാൻ പറ്റൂല. പുഴയിൽ നീന്താൻ ചാടാണ് ഒരുത്തൻ. ആ ചാടുന്ന സമയത്ത് 2 ആൾ ചാടുമ്പോ ഒരുത്തൻ പറഞ്ഞു ഞാൻ അക്കരെത്തും. അങ്ങനെ ചാടിയോ. മറ്റോൻ ചാടുമ്പോ എന്താ പറഞ്ഞ് നോക്ക് എത്തും, എനിക്ക് യാതൊരു ഉറപ്പില്ല. എന്നാല് പള്ളറച്ചും വെള്ളം കുടിച്ചു വഫാത്ത അല്ലേ? ആത്മധൈര്യം ഇല്ലാതെ പുഴ ചാടിയിട്ടാരില്ലല്ലോ. അക്കരെത്തും എന്നുള്ള ധൈര്യം വേണം. എന്ന മാതിരി റമളാനിലാട്ട് ഇറങ്ങുമ്പോ അതൊരു ഹിമ്മത്താ. നിങ്ങൾ കാണുന്നില്ലേ 7 വയസ്സായ കുട്ടി നോമ്പെടുക്കില്ല നമ്മളെ പുരയില്. 8 വയസ്സായ കുട്ടി എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്കുണ്ടോ? അവരൊക്കെ വളരെ റാഹത്തിൽ നോമ്പെടുത്തു പോവാണ്. അതുകൊണ്ട് കൽബിന്റെ ഓരോ ഉറപ്പാണ്. അപ്പൊ നമ്മൾ ഈ വയസ്സാകുക അല്ലെങ്കിൽ ഷുഗർ വരിക, പ്രഷർ വരിക, ഇതൊന്നും നോമ്പിന് ബാധകല്ല. അത് കൽബോണ്ടുള്ള ഒരു ഇബാദത്താ. പടച്ചവന്റെ മേൽ തവക്കുലാക്കിയിട്ടുള്ള ഒരു ഇബാദത്താണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ എന്തിനും ചെറിയൊരു വിഷമം ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾക്കുള്ള ഒരു ചികിത്സന്റെ ഭാഗ. നോമ്പിനെ കുറിച്ച് അള്ളാഹു താല പറഞ്ഞ 2 ആയത്തുണ്ട്. നമ്മൾ സാധാരണ പിന്നെ റമളാനിലൊക്കെ കുട്ടികളെ ആയത്തോതി ഞങ്ങളാട് നീച്ചോല. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു തആല പറഞ്ഞ മനഃശാസ്ത്രപരമായ ശൈലി ഉണ്ടെങ്കിൽ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കി, നിങ്ങളെ മുൻഗാമികൾക്കൊക്കെ നിർബന്ധമാക്കിയതുപോലെ. എന്തിനാ അങ്ങനെ പറഞ്ഞേ? നിങ്ങൾ നിർബന്ധാക്കി, നിങ്ങൾ മറ്റോലത് നിങ്ങൾ നോക്കണ്ട, നിങ്ങളാണ് നോറ്റുകൂടി പറഞ്ഞ പോരപ്പോ അള്ളാഹ്ക്ക് എന്തിനാ മറ്റോൽക്കൊക്കെ നിർബന്ധാക്കി എന്ന് പറയണത്? അത് നമ്മളെ സമാധാനിപ്പിക്കാനാണ്. നമ്മളിങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിക്കണം. കുറേശ്ശെ മഴയും പെയ്യുന്നുണ്ട്, നല്ല ചളിയുണ്ട് റോട്ടും. അപ്പൊ ഒരു KSRTC ഇങ്ങനെ വന്നിട്ട് ആ ചളിക്കുണ്ടിക്കാട്ട് ഇറങ്ങി അത് ഫുള്ളായിട്ട് നമ്മളെ മേത്ത് കണ്ടായി. എന്തായിരിക്കും ആ സമയത്ത് നമ്മളെ അവസ്ഥ? നമ്മളാകെ ഇങ്ങോട്ട് ബെറിയായി. അപ്പൊ ഇങ്ങനെ നോക്കി, അപ്പൊ നിൽക്കണ എല്ലാരും മേത്തുണ്ട്. ഇപ്പൊ കുറച്ച് സമാധാനം ഉണ്ടാവും. ഇതാണ് കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും. മറ്റോൽക്കൊക്കെ ഉള്ളതാണ്, അത് നിങ്ങൾക്കും തിരക്കില്ല. ഞമ്മക്ക് മാത്രമാകുമ്പോഴാണോ ഈ ബുദ്ധിമുട്ടുണ്ടാകുക? അതാണ്. ഇനി നോക്കി പിന്നെ മറ്റേ വലിയ ആയത്തില്, അൽ ബഖറയിലുള്ള വലിയ ആയത്ത്, ഞാൻ ഓതിയ ആയത്തിൽ എന്താ പറഞ്ഞത്? അല്ലാഹു പറയുന്നുണ്ട്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. നോമ്പ് കൊണ്ട് അള്ളാഹു നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എളുപ്പവും സുഖവും ഒക്കെ കിട്ടലാണ് അള്ളാഹിന്റെ ലക്ഷ്യം. പക്ഷെ അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള മാനസിക വികസനം നമ്മൾ നേടണം. നമ്മളിപ്പോഴും ചെറിയ കുട്ടികളെ മാതിരിയാ. ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ഓടിക്കളിക്കണേന്റെ അടുക്ക് കാലിനൊരു കമ്പി കുത്തി, ഒരാണി കുത്തി. നമ്മൾ വേഗം എടുത്ത് ഡോക്ടറെ അടുത്തുണ്ട്. അപ്പൊ ആ ആണി മെല്ലെ പറിച്ചതിന് ശേഷം പിന്നെ ഡോക്ടറെ പണി എന്താ അറിയോ? വേറൊരു കമ്പി എടുത്തിട്ട് വേറൊരു കുത്തൂടിയും കുത്താണ്, TT അടിക്കാണ്. അപ്പൊ ഈ ചെറിയ കുട്ടി എന്താ വിചാരിക്കുക, എന്ത് ഡോക്ടർ അയാള്, ഒരു കമ്പി കുത്തിയതിന്റെ വേദന എന്നെ സഹിക്കാൻ വയ്യായിട്ട് വന്നതാ. അപ്പൊ മൂപ്പര വക വേറൊരു കമ്പി എടുത്ത് കുത്തുക, അങ്ങനെയല്ലേ കുട്ടി വിചാരിക്കുക. പക്ഷെ സംഗതി എന്താ? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ എന്ന് പറഞ്ഞതുപോലെ ഇത് ഭാവിയിൽ കാലിനെ മുറിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രീറ്റ്മെന്റാ. അതിന്റെ കഷായത്തിന്റെ ഒരു കയ്പുണ്ടാവും. അത് വലിയ അപകടമുള്ള സംഗതിയല്ല. അപ്പൊ നോമ്പിന് ചെറിയൊരു ബുദ്ധിമുട്ടും വിഷമം ഉണ്ടെങ്കിലും അതിന്റെ അപ്പുറത്തേക്ക് വലിയ സന്തോഷവും സുഖവും വരാൻ പോവാണ്. അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നോമ്പ് ഒന്നുപോലും വിടാതെ നോൽക്കുമെന്ന ഒരു നല്ല മനക്കരുത്തോടെ നമുക്ക് ഇറങ്ങാം. അള്ളാഹു നമുക്ക് ഈമാനിക ശക്തിയും ശാരീരിക ശക്തിയും വർദ്ധിപ്പിക്കുമാറാകട്ടെ.